മക്കൾ മരണപ്പെട്ടു പോകുന്നത് മാതാപിതാക്കൾക്ക് സഹിക്കാൻ കഴിയാത്തതാണ്. അത് മക്കൾ കൂടെ മനസ്സിലാക്കണം. എന്റെ ഉമ്മ, എന്റെ വാപ്പ എന്നെ ഇത്രക്ക് സ്നേഹിക്കുന്നുണ്ട് എന്ന് ഒരു കുട്ടി മനസ്സിലാക്കുന്നത് വലുതായി അവൻ കല്യാണം കഴിച്ച് അവന് മക്കളുണ്ടാകുമ്പോഴാണ്. അത് തിരിയാത്തത് കൊണ്ടാ നമ്മുടെ മക്കളൊക്കെ ഈ ചാടിപ്പോകുന്ന ഏർപ്പാടൊക്കെ തുടങ്ങുന്നത്. സ്വന്തം വാപ്പയും ഉമ്മയും എത്രയാണ് നമ്മെ സ്നേഹിക്കുന്നത്. നമ്മളൊന്ന് പനി പിടിച്ചു കിടന്നാൽ നമ്മെ കാണാതായി എന്ന് വിചാരിക്കുക, അവരുറങ്ങൂല. നമുക്കെന്ത് സംഭവിച്ചു എന്നറിയാതെ ആ ഉമ്മ കഞ്ഞി കുടിക്കൂല, വെള്ളം കുടിക്കൂല. എന്റെ മോൻ, എന്റെ മോൾ തിരിച്ചു വരാതെ എനിക്ക് വേണ്ട എന്ന് പറയും ഉമ്മയും വാപ്പയും. പക്ഷെ മോൻ ഉമ്മാക്കും വാപ്പാക്കും ഒരിക്കലും തിരിച്ചു കൊടുക്കാത്ത സ്നേഹമാണ് മാതാപിതാക്കളുടെ സ്നേഹം. ഉമ്മയും വാപ്പയും കൊടുക്കുന്ന ആ സ്നേഹം മകൻ കൊടുക്കുന്നത് അവന്റെ മക്കൾക്കാണ്. ഉമ്മാക്കും വാപ്പാക്കും തിരിച്ചു കിട്ടൂല. ആ ഡോസിൽ ഉമ്മയും വാപ്പയും ഇങ്ങോട്ട് തന്ന പോലെ തിരിച്ചു കൊടുക്കാൻ നമുക്ക് ആ സ്നേഹം കൊടുക്കാൻ കഴിയില്ലെന്നാണ്. അതൊരു യാഥാർത്ഥ്യമാണ്, അല്ലേ? കല്യാണം കഴിച്ചവർ പറഞ്ഞാൽ മതി, കുട്ടികളല്ലോ അല്ലേ? അങ്ങനെയാണ് നമ്മളെ മക്കളെ സ്നേഹിക്കുന്നത്. അത്രമേൽ എന്റെ വാപ്പയും എന്റെ ഉമ്മയും എന്നെ സ്നേഹിച്ചുവല്ലോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് അതിന്റെ ഒക്കെ ഖൈർ കൊടുക്കട്ടെ. അതുകൊണ്ടാണ് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ ദുആ പറഞ്ഞത്. ആ സ്നേഹത്തിന് തിരിച്ചു കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല റബ്ബേ, അവരിങ്ങോട്ട് തന്നത്. അതുകൊണ്ട് റബ്ബിർഹംഹുമാ, കാരുണ്യവാനായ പടച്ചവനെ നീ കരുണ ചെയ്തു കൊടുക്കണം അവർക്ക്, നീ കൊടുക്കണം പകരം. കമാ റബ്ബയാനി സഗീറാ, ഞാൻ കുഞ്ഞായിരുന്നപ്പോ എന്നെ പോറ്റി വളർത്തിയ പോലെ, കരുണ ചെയ്ത പോലെ നീ അങ്ങോട്ട് കരുണ ചെയ്യണമേ. മാതാപിതാക്കൾ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന, മക്കൾ നഷ്ടപ്പെടുമ്പോൾ മാതാപിതാക്കൾക്കുള്ള വേദന, ഇതൊക്കെ നമ്മൾ സഹിക്കുന്നവയാണ്, സഹിക്കേണ്ടതാണ്. മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കുന്ന സേവനം ക്ഷമയുടെ ഭാഗമായിട്ട് മനസ്സിലാക്കണം. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയുടെ മുമ്പിൽ വൃദ്ധയായൊരു ഉമ്മയെ തവാഫ് ചെയ്യാൻ കൊണ്ടുപോകുന്ന, തവാഫ് ചെയ്യാൻ വൃദ്ധയായ ഉമ്മയെ തോളിൽ വെച്ച് തവാഫ് ചുറ്റുന്ന ഒരു ചെറുപ്പക്കാരൻ എവിടുന്ന് വന്നതാണെന്നറിയോ? ഷാമിൽ നിന്ന്. കോട്ടക്കുന്ന് തിരൂർക്ക് നടന്നു വന്നതല്ല, ഷാമിൽ നിന്ന് ഉമ്മയെ തോളിൽ വെച്ച് കൊണ്ടുവന്നതാ. താഴ്വെക്കും എടുക്കും. എന്തായിരിക്കും നമുക്ക് ഹോസ്പിറ്റലിൽ ആംബുലൻസ് നിർത്തിയിട്ട് നമ്മുടെ ഉമ്മാനെയും വാപ്പാനെയും ഡോക്ടറുടെ മുമ്പിലേക്ക് ഐസിയുലേക്ക് കൊണ്ടു നടക്കാൻ പറ്റുമോ? ഹാവ് കുഴങ്ങിന്റെ ഊര ഞെട്ടിന്ന് പറയും അല്ലേ? സിറിയയിൽ നിന്ന്, ഷാമിൽ നിന്ന് ഉമ്മയെ തോളിലേറ്റി തവാഫ് ചെയ്യാൻ വരുന്നു. തവാഫ് ചെയ്തവർക്കറിയാം ഒരു തവാഫ് തീരുമ്പോഴുള്ള വിഷമം. സ്വന്തം ഒറ്റക്ക് ചെയ്യുമ്പോ സഈ ചെയ്തവർക്കറിയാം സഫാ മറുവക്കിടയിലുള്ള ആ ഒരു 7 നടത്തം തീരാൻ 1.5 മണിക്കൂർ എടുക്കും. ഉമ്മയെ തോളിൽ വെച്ചിട്ടായി ചെയ്തത്. പുഷ് ചെയറിലല്ല, വീൽ ചെയറിലല്ല. അങ്ങനെ സേവനം ചെയ്ത് ഉമ്മയെ തോളിൽ വെച്ച് നടന്നിട്ട് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്ന് ഹജ്ജിന് വന്നിട്ടുണ്ട്. ചോദിച്ചു, ഇബ്നു ഉമർ, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബി ഉമർ എന്നവരുടെ ഇഷ്ടപ്പെട്ട കുഞ്ഞുമോൻ അബ്ദുല്ലാഹി തങ്ങളെ, അറഅയ്ത, നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ? ഇത്ര ദൂരെ നിന്ന് എന്റെ ഉമ്മയെ തോളിൽ വെച്ച് ഞാൻ വന്നിട്ടുണ്ട്. എന്റെ ഉമ്മയോട് ചെയ്ത ഏറ്റവും വലിയ, ഉമ്മാക്ക് ചെയ്ത സേവനം ഇതിലപ്പുറം എനിക്ക് ചെയ്യാൻ കഴിയില്ല. ഷാമിൽ നിന്ന് തോളിൽ കൊണ്ടുവന്നതാണ്. എടുത്തു വെച്ചും വാഹനപ്പുറത്തും താഴെ വെച്ചും കയ്യിലെടുത്തുമൊക്കെ ഞാൻ ഉമ്മക്ക് വേണ്ടി തവാഫ്, എന്റെ ഉമ്മയെ കയ്യിലേറ്റി തോളിലേറ്റിയാണ് തവാഫും സഅയും അറഫയും മുസ്ദലിഫയും ഒക്കെ കടന്നത്. എന്റെ ഉമ്മയോട് ചെയ്യേണ്ട ബാധ്യത ഞാൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടോ? ഇതാണ് ചോദ്യം. നമ്മൾ വിചാരിക്കും ഉമ്മാക്ക് 2 പവന്റെ വളം വാങ്ങിച്ചു കൊടുത്താൽ മതി, ഇത്രക്കൊക്കെ ഉള്ളൂ അല്ലേ? അല്ല, 5 പവന്റെ മാല, അതുമ്മ തീർന്നോ ഉമ്മാക്ക് ചെയ്യുന്ന സേവനം? ലാ, ഒന്നുമായിട്ടില്ലല്ലോ. നിന്റെ ഉമ്മ നിന്നെ ഗർഭം ചുമന്ന സമയത്ത് നിനക്ക് വേണ്ടി സഹിച്ചിട്ടുള്ള ത്യാഗം എത്രയാണ്. മസില് കയറുന്നുണ്ട്, നീര് വരുന്നുണ്ട്, ഛർദിയോട് ഛർദി, ഭക്ഷണം കഴിക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, യാത്ര ചെയ്യാൻ വയ്യ, ഗ്ലൂക്കോസ് കയറ്റിയിട്ടും അല്ലാതെയും നിനക്കാണ് ഗർഭധാരണം നടക്കുന്നത്. എത്ര വിഷമിച്ചുകൊണ്ട്. പ്രസവം കഴിഞ്ഞാലോ നിനക്ക് വേണ്ടി ഉറക്കൊഴിക്കുന്നത്, കുഞ്ഞിന്റെ കരച്ചിൽ സഹിച്ച് പകലന്തിയോളം കിടക്കുന്നത്, ഉറങ്ങാൻ പറ്റാത്ത ദിനരാത്രങ്ങൾ, അങ്ങനെയൊക്കെ നിനക്ക് സേവനം ചെയ്തത്
മോനെ നീ വളരണം, നീ വലുതാവണം, നീ വലിയ ആളാവണം. നീ നഴ്സറി തുടങ്ങി, സ്കൂളിൽ തുടങ്ങി, കോളേജും ഒക്കെ കഴിഞ്ഞ് ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞ് നീ വലിയൊരു ആളാവണം എന്ന് കൊതിച്ച് നീ വളരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ലയോ നിന്റെ ഉമ്മയും വാപ്പയും നിന്നെ വളർത്തിയത്. ഈ പ്രായമെത്തിയ ഉമ്മയെ നീ നോക്കുന്നത് കുറച്ചു ദിവസം കഴിഞ്ഞാൽ മരിക്കുമല്ലോ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്, മരിക്കുമല്ലോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. കുറച്ചു ദിവസമല്ലേ വേണ്ടൂ, വയസ്സായല്ലോ, തീർന്നല്ലോ. നിന്റെ ഉമ്മ നിനക്ക് സേവനം ചെയ്തത് നീ വളരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. നീ നിന്റെ ഉമ്മാക്ക് ചെയ്ത സേവനം ഉമ്മ മരിക്കണമെന്ന് തോന്നിക്കൊണ്ടാണ്. അതുകൊണ്ട് നീ ചെയ്തതും ഉമ്മ ചെയ്തതും സമമല്ല എന്ന് പഠിപ്പിച്ചു കൊടുത്തു അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. സുഖല്ലാന്ന് പറഞ്ഞ് സീരിയസ് ആന്ന് പറഞ്ഞ് ഗൾഫിൽ നിന്ന് വരുന്നില്ലേ? ആ വരവിന് അർത്ഥം എന്താണെന്നറിയോ? ഉമ്മാക്കോ വാപ്പാക്കോ 40 വയസ്സാവുമ്പോ ആ വരവ് വരുന്നില്ല. വരുന്നുണ്ടോ? എപ്പോഴാ വരുന്നത്? വാപ്പാക്ക് 70 കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അസുഖം അങ്ങനത്തെ അസുഖമാണ്. കഴിഞ്ഞല്ലോ, തീർന്നല്ലോ, അധികമില്ലല്ലോ. നിന്റെ ഉമ്മ നിന്നെപ്പറ്റി വിചാരിച്ച് നീ വളരണമെന്നാണ്, നീ വലുതാവണമെന്ന് ആഗ്രഹിച്ചാ നിനക്ക് ഭക്ഷണം തന്നത്. നീ കൊടുക്കുന്നത് ഉമ്മ മരിക്കാറായല്ലോ, വാപ്പ മരിക്കാറായല്ലോ, മരിക്കുന്നവരെ ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചാ നീ ഭക്ഷണം കൊടുക്കുന്നത്. ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ആ സ്നേഹത്തിന്റെ ആഴം എത്രയാണെന്നറിയണമെങ്കിൽ ഒരു ഉമ്മയുടെ സ്ഥാനത്തേക്ക് മകളോ ഒരു വാപ്പയുടെ സ്ഥാനത്തേക്ക് മകനോ വരുമ്പോഴല്ലാതെ തിരിച്ചറിയാൻ പറ്റാത്ത ആ സ്നേഹം. റബ്ബിർഹംഹുമാ, ഖൽബിനുള്ളിലേക്ക് കാരുണ്യവും സ്നേഹവും എറിഞ്ഞു കൊടുക്കുന്ന അല്ലാഹുവേ, നിന്റെ പരമമായ കാരുണ്യം എന്റെ മാതാപിതാക്കൾക്ക് നീ കൊടുക്കണം അല്ലാഹ്. അത് എനിക്ക് കൊടുക്കാൻ കഴിയില്ല, ഞാൻ കൊടുത്താൽ എത്ര ആവില്ല പടച്ചവനെ. ഇതല്ലേ ആ പ്രാർത്ഥനയുടെ അർത്ഥം? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. മാതാപിതാക്കൾക്ക് സംരക്ഷണം നൽകിയിട്ടും അവരെ ശുശ്രൂഷിച്ചിട്ടും നമ്മൾ ചെയ്യുന്ന സേവനം, അതിൽ സഹിക്കുന്ന സഹനം ഇബാദ, അത് ഇബാദത്താണ്. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.